അമേരിക്കയെ വെല്ലുവിളിച്ച് വീണ്ടും ഇറാൻ രംഗത്ത്. രണ്ടാം ഘട്ട ആണവ ചർച്ചകൾ നടന്നതിന് പിന്നാലെയാണ് അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാൻ സാധ്യമല്ല എന്ന നിലപാടുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാനിലെ ആണവ പരീക്ഷണങ്ങൾ സമ്പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും ഒരു ആണവ കരാറിൽ എത്രയും വേഗം ഇറാൻ ഒപ്പിടണമെന്നുമായിരുന്നു അമേരിക്ക ആവശ്യപ്പെട്ടത്. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് 2 തവണ ചർച്ചകൾ ഇറാനും അമേരിക്കൻ പ്രതിനിധികളും തമ്മിൽ നടന്നിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രകോപനപരമായ പ്രതികരണവുമായി വീണ്ടും ഇറാൻ്റെ ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട നിബന്ധനകൾ ഇറാൻ മുന്നോട്ട് വച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ 2 നിബന്ധനകളും അംഗീകരിച്ചാൽ മാത്രമേ അമേരിക്കയുമായി ആണവ കരാറിൽ ഏതെങ്കിലും തരത്തിൽ ഒപ്പുവെക്കാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഈ നിബന്ധനകൾ സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ 2 നിബന്ധനകളും അമേരിക്ക അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നേരത്തെ 2015 അമേരിക്കൻ പ്രസിഡന്റായി ആദ്യ തവണ ചുമതലയേറ്റതിന് പിന്നാലെ ഇറാനെതിരെ വലിയ ഉപരോധങ്ങൾ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു. അന്നും ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു ഉപരോധത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ രണ്ടാം തവണ പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെയും ഇത്തരം ആണവ വിഷയത്തിൽ ഇറാനെതിരെ കടുത്ത നടപടികൾക്ക് ട്രംപ് തീരുമാനിച്ചിരുന്നു. ഇറാനെതിരെ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. എന്നാൽ അതിന് പിന്നാലെ ചില ചർച്ചകളിലൂടെ ആണവ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നൊരു നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വച്ചു. ട്രംപ് നേരിട്ട് ആയത്തുള്ള അലി ഖമേനിക്ക് കത്തെഴുതി ചർച്ചയ്ക്ക് താല്പര്യമുണ്ട് എന്ന് ട്രംപ് തന്നെ അറിയിച്ചു. എന്നാൽ ഇറാൻ ഭരണകൂടമാകട്ടെ അമേരിക്കയുടെ നിലപാടുകളെ പരിപൂർണമായി തള്ളിക്കളയുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ചർച്ചയ്ക്ക് ഒരു താല്പര്യമില്ലെന്നും ആണവ വിഷയം ഇറാൻ്റെ ആഭ്യന്തര കാര്യമാണെന്നും ഏത് തരത്തിലും ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ നിലയ്ക്ക് നിർത്താനോ തടസ്സപ്പെടുത്താനോ അമേരിക്ക എന്നല്ല ഭൂമുഖത്ത് ഒരു രാജ്യം വിചാരിച്ചാലും കഴിയില്ലെന്നുമുള്ള വെല്ലുവിളികളോടെയാണ് ഇറാൻ മുന്നോട്ട് പോയത്. ഇതിന് പിന്നാലെ ഇറാന് നേരെ കടുത്ത ആക്രമണത്തിനുള്ള തീരുമാനം അമേരിക്ക സ്വീകരിച്ചു. ഇറാൻ്റെ ചുറ്റിലുമുള്ള 10 മിലിറ്ററി ബേസുകളിലേക്ക് വൻതോതിലുള്ള സൈനിക വിന്യാസം അമേരിക്ക നടത്തി. വൻതോതിലുള്ള ആയുധ വിന്യാസവും നടത്തി. ഇതിന് പിന്നാലെ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും അതിശക്തമായ വജ്രായുധങ്ങളിലൊന്ന്. ആ B-2 സ്റ്റെൽത്ത് ബോംബറുകളിൽ 6 എണ്ണത്തെ ഇറാന് ചുറ്റുമുള്ള സൈനിക ബേസുകളിൽ മിലിറ്ററി ബേസുകളിൽ വിന്യസിച്ചു. F-35 ഫൈറ്റർ ജെറ്റുകൾ, അതുപോലെ F-15 ഫൈറ്റർ ജെറ്റുകൾ തുടങ്ങി അമേരിക്കയുടെ വ്യോമസേനയുടെ ശേഖരത്തിലുള്ള ഏറ്റവും ആധുനികമായ ഫൈറ്റർ ജെറ്റുകളെയൊക്കെ ഇറാന് ചുറ്റും വിന്യസിക്കുകയായിരുന്നു അമേരിക്ക ചെയ്തത്. ഇതിലൂടെ ഒരു കാര്യം ഇറാന് ബോധ്യപ്പെട്ടു: അമേരിക്ക എത്രയും വേഗം ഇറാനെ ആക്രമിക്കും. ഈ ഘട്ടത്തിൽ ബുദ്ധിപരമായൊരു നീക്കം ഇറാൻ നടത്തി. അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. അങ്ങനെ ആദ്യഘട്ടത്തിൽ അമേരിക്കയുമായുള്ള ചർച്ചകൾ ഒമാനിൽ നടന്നു. 2ാം ഘട്ടത്തിൽ അമേരിക്കയുമായുള്ള ചർച്ച റോമിൽ നടന്നു. ഈ 2 ചർച്ചകളിലൂടെയും അമേരിക്ക ഒരു ആണവ കരാറിൽ ഏർപ്പെടാനാണ് ശ്രമിച്ചതെങ്കിൽ ഇറാൻ്റെ ബുദ്ധി മറ്റൊന്നായിരുന്നു: പരമാവധി സമയം തള്ളി നീക്കുക. ആ സമയം കൊണ്ട് ഇറാൻ ആണവായുധം പരീക്ഷിച്ചിരിക്കും, ആണവായുധം നിർമ്മിച്ചിരിക്കും. സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ വൻതോതിലുള്ള അളവ് നിലവിൽ ഇറാനിലുണ്ട് എന്ന് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി തന്നെ വെളിപ്പെടുത്തിയതാണ്. ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവായുധമായി പരിണമിക്കാൻ വലിയ കാലതാമസത്തിൻ്റെ ആവശ്യമില്ല. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്കയുമായുള്ള ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകൾ പലതവണയായി മാറ്റിവെക്കുകയും അങ്ങനെ പരമാവധി സമയപരിധി നീട്ടിക്കൊണ്ടുപോയി ആ സമയപരിധിക്കുള്ളിൽ ആണവായുധം നിർമ്മിച്ച് ലോകത്തിന് ഭീഷണിയാകാനും ഇറാൻ തീരുമാനിച്ചത്. എന്നാൽ ഇത് കൃത്യമായി അമേരിക്ക മനസ്സിലാക്കി, ഇസ്രായേൽ മനസ്സിലാക്കി. ഇസ്രായേൽ അമേരിക്കയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകി. ഇറാൻ്റെ തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. ഇറാനെ സംബന്ധിച്ച് ആത്മാർത്ഥമായൊരു താല്പര്യം ഈ ചർച്ചയിലില്ല. മറിച്ച് അമേരിക്കയെ തെറ്റിദ്ധരിപ്പിച്ച് പരമാവധി സമയം നീട്ടിക്കൊണ്ടു പോവുക എന്നത് മാത്രമാണ് ഇറാൻ്റെ ഇതിലുള്ള താല്പര്യം. അതുകൊണ്ട് തന്നെ ഈ ട്രാപ്പിൽ, ഈ കെണിയിൽ വീഴാതെ എത്രയും വേഗം പുറത്തു കടക്കുക, ഇറാനെതിരെ അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തുക. ഇതാണ് ഇസ്രായേൽ അമേരിക്കയ്ക്ക് നൽകിയ ഉപദേശം. എന്നാൽ അതിന് പിന്നാലെ ചില ചർച്ചകളിലൂടെ ആണവ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നൊരു നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വച്ചു. ട്രംപ് നേരിട്ട് ആയത്തുള്ള അലി ഖമേനിക്ക് കത്തെഴുതി ചർച്ചയ്ക്ക് താല്പര്യമുണ്ട് എന്ന് ട്രംപ് തന്നെ അറിയിച്ചു. എന്നാൽ ഇറാൻ ഭരണകൂടമാകട്ടെ അമേരിക്കയുടെ നിലപാടുകളെ
പരിപൂർണമായി തള്ളിക്കളയുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ചർച്ചയ്ക്ക് ഒരു താല്പര്യമില്ലെന്നും ആണവ വിഷയം ഇറാൻ്റെ ആഭ്യന്തര കാര്യമാണെന്നും ഏത് തരത്തിലും ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ നിലയ്ക്ക് നിർത്താനോ തടസ്സപ്പെടുത്താനോ അമേരിക്ക എന്നല്ല ഭൂമുഖത്ത് ഒരു രാജ്യം വിചാരിച്ചാലും കഴിയില്ലെന്നുമുള്ള വെല്ലുവിളികളോടെയാണ് ഇറാൻ മുന്നോട്ട് പോയത്. എന്നാൽ അമേരിക്ക ഇപ്പോഴും ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനം എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. മെയ് മാസം ആദ്യവാരം ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തും. അത് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചത് തന്നെയാണ്. എന്നാൽ അന്ന് ഇറാനെ ആക്രമിക്കാനുള്ള ഈ നീക്കത്തിൽ ഇസ്രായേലിനൊപ്പം അമേരിക്കയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്ക ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തൽക്കാലം നിലവിൽ ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ ഒപ്പമില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചിരിക്കുന്നു. നിലവിൽ ആണവ ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ ഇറാനെ ആക്രമിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾക്ക് തടസ്സമാകുമെന്നാണ് ട്രംപ് കണ്ടെത്തിയിരിക്കുന്ന ന്യായീകരണം. എന്തായാലും അമേരിക്ക കാലുമാറിയെങ്കിലും ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഉടനടി തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക്, ആണവ പരീക്ഷണശാലകളിലേക്ക് അതിഭീകരമായ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കും. ഇതിനിടയിലാണ് ഈ താൽക്കാലികമായ ഒരു ആശ്വാസമെന്ന നിലയ്ക്ക് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ ചർച്ചകളിൽ തന്നെ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. രണ്ടാം ഘട്ട ചർച്ച ഏപ്രിൽ മാസം 19 റോമിൽ നടന്ന ചർച്ചയിൽ രണ്ട് പ്രധാനപ്പെട്ട നിബന്ധനകൾ, ആണവ കരാർ ഒപ്പിടണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട നിബന്ധനകൾ അമേരിക്ക പാലിക്കണമെന്ന് ഇറാൻ നിർദ്ദേശിച്ചായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഏറ്റവും ഗൗരവമുള്ള രണ്ട് നിബന്ധനകളാണ്. നിബന്ധനകൾ എന്ത് എന്നത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത പുറത്തു വന്നിട്ടില്ല. അമേരിക്ക ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ഉറ്റുനോക്കുകയാണ് അമേരിക്ക. ഇസ്രായേൽ എപ്പോഴാണ് ഇറാനെ ആക്രമിക്കുക, അതിന് ഇറാൻ്റെ തിരിച്ചടി എങ്ങനെ ഉണ്ടായിരിക്കും, ഈ ആക്രമണത്തിന് പിന്നാലെ അമേരിക്ക ഇസ്രായേലിന് പിന്തുണ നൽകുമോ? എന്തായാലും ഇറാനിലെ ആണവ പരീക്ഷണങ്ങൾ എന്നേക്കുമായി നിർത്തിവെക്കണമെന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ. അത് അമേരിക്കയേക്കാൾ കൂടുതൽ ഭാവിയിൽ ദോഷകരമായി ബാധിക്കുക ഇസ്രായേലിനെയാണെന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ മറ്റാര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, മറ്റാര് പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഉടനടി ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്.